Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ ബ്ലഡ് ബാങ്ക് Good morning, Miss. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എടുത്തുകൊണ്ടിരുന്നേ. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ക്രയോ പ്രസിപിറ്റേറ്റ് HF വരെയല്ലേ എടുത്തു നിർത്തിയത്? അത്രയും വരെയും കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ഇത്രയും വരെയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നമ്മൾ ബ്ലഡ് കമ്പോണൻസ് വരെയാണ് അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? And why are blood banks are important? Blood banks ന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കുന്നത് കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് ആദ്യം പറയുന്നു, അതിനുശേഷമാണ് ബ്ലഡ് ബാങ്കിന്റെ പ്രാധാന്യം പറയുക. നോക്കിയേ, എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ആണ്, typically the blood transfusion is the process in which blood components are transferred from one person, that is donor, into the bloodstream of another person, that is recipient. അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഡാഷ് ഈസ് ദ പ്രോസസ്, അങ്ങനെയും ചോദിക്കാം. അപ്പൊ എന്താണ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് blood components are transferred from one person. അതായത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഡോണർ എന്ന് പറയുന്നത് അല്ലെ. അല്ലെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയല്ലേ നമ്മൾ ഡോണർ എന്ന് പറയുന്നത്? ആണോ? ദാതാവ് എന്ന് പറയും മലയാളത്തിൽ അല്ലെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരെ നമുക്ക് ഡോണർ എന്ന് വിളിക്കാം അല്ലെ. ഇവിടെ രണ്ട് പേരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ വരുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അത് ഡോണർ ആണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് റെസിപ്പിയന്റ് അല്ലെ. അത് ഒരാള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുണ്ട്, ഒരാള് സ്വീകരിക്കുന്നുമുണ്ട് അല്ലെ. അപ്പൊ അവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യലാണ് അവിടെ നടക്കുക അല്ലെ. അപ്പൊ ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് ആരാണോ ബ്ലഡ് നൽകുന്നത് ആ വ്യക്തിയാണ് ഡോണർ എന്ന് പറയുന്നത്. അപ്പൊ മാറിപ്പോവാൻ പാടില്ല കേട്ടോ. ഡോണർ എന്ന് പറയുന്നത് ആരാണോ ബ്ലഡ് നൽകുന്നത് അവരെ അല്ലെങ്കിൽ നൽകുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഡോണർ എന്ന് പറയുന്നത്. ഇനി റെസിപ്പിയന്റ് എന്ന് പറയുമ്പോ ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആണ്, നമുക്കാണ് ബ്ലഡ് വേണ്ടതെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരാളിൽ നിന്നായിരിക്കും സ്വീകരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. പേരാണല്ലോ, സ്വീകർത്താവ് എന്ന് മലയാളത്തിലും പറയും. ഇപ്പൊ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഡോണർ ആരാണ്, റെസിപ്പിയന്റ് ആരാന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളത്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? ഇസ് ദ പ്രോസസ്, ഇതൊരു പ്രക്രിയയാണ് അല്ലെ. ഇൻ വിച്ച് ബ്ലഡ് കമ്പോണൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് അവരുടെ ബ്ലഡ് കമ്പോണൻസ് മറ്റൊരാളുടെ അല്ലെ ബ്ലഡ് സ്ട്രീമിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ആരുടെ ബ്ലഡ് ആണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്? ആരുടെ ബ്ലഡാ? ഡോണറിന്റെ ബ്ലഡ് അല്ലെ. അപ്പൊ ഡോണറിന്റെ ബ്ലഡ് നമ്മൾ എന്തെങ്കിലും ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതൊന്നും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, എന്ത് പ്രോസസ് ആണെന്നുള്ളത് കേട്ടോ, ചോദിക്കാറുണ്ട് എക്സാമിന്.
Okay, now the next sentence, it comes into action, especially as a life-saving process for the recipient when there is a large loss of blood cells through bleeding or depression of the. എന്താണ് നസീന? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? അതാണ് ട്രാൻസ്ഫ്യൂഷൻ ഒന്നുകൂടി പറയണം. അതല്ലേ ചോദിച്ചത്? ട്രാൻസ്ഫ്യൂഷൻ ഒന്നുകൂടി പറയാല്ലേ പറഞ്ഞ മിസ്സിന്റെ അടുത്ത്? ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ രണ്ട് വ്യക്തികളാണ്, അത് മനസ്സിലായോ? ഡോണർ എന്ന് പറയുന്നത് ബ്ലഡ് നൽകുന്ന വ്യക്തി അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ഡോണർ എന്ന് പറയാം. സ്വീകരിക്കുന്ന വ്യക്തിയാണ് റെസിപ്പിയന്റ് എന്ന് പറയാം. അപ്പൊ രണ്ട് വ്യക്തികളായില്ലേ? അപ്പൊ ഡോണറിൽ നിന്നുള്ളത്, ഡോണർ എന്ന് പറയുന്ന വ്യക്തിയുടെ ബ്ലഡ് കമ്പോണൻസ് നമ്മൾ റെസിപ്പിയന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ്, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡോണറിൽ നിന്നുള്ള ബ്ലഡ് ആരിലേക്ക് കൊടുക്കുന്നു? റെസിപ്പിയന്റിന്റെ ബോഡിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ. സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങനെയും പറയും. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ നസീമ? ഓക്കെ, എന്താണ് നമ്മൾ പറയുന്നത്? ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ് വേർ ദർ ഇസ് എ ലാർജ് ലോസ് ഓഫ് ബ്ലഡ് സെൽസ് ത്രൂ ബ്ലീഡിംഗ് ഓർ ഡിപ്രഷൻ ഓഫ് ദി ബോൺ മാരോ. ഇവിടെ ബോൺ മാരോ ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് ഒക്കെ നഷ്ടമാകുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ബ്ലീഡിങ്ങിലൂടെ നഷ്ടമാകും അല്ലെ? അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ വരാം അല്ലെ? അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോ ഒത്തിരി ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്താവാറുണ്ട്? ബ്ലഡ് സെൽസ് നഷ്ടമായി പോവാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നഷ്ടമായി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലീഡിങ് വരുന്ന കേസുകൾ എടുക്കണം. അതല്ലെങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ബോൺ മാരോ ഡിപ്രഷൻ ആണ് കേട്ടോ. എന്താണ് ഒരു ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു ബോൺ മാരോ? കേട്ടിട്ടുണ്ടോ? ബോൺ മാരോ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ബോൺ മാരോ ഉണ്ട്. എന്താണ് ശരിക്കും ബോൺ മാരോ എന്ന് പറഞ്ഞാല്? അസ്ഥിമജ്ജ എന്ന് പറയൂ അല്ലെ? നമ്മള് മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ കേട്ട് കാണും അല്ലെ? അപ്പൊ ഇവിടെ ബോൺ മാരോ എന്ന് പറയും നമ്മുടെ അസ്ഥിക്കുള്ളിലെ സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജ എന്ന് പറയുന്നത്. ഇവിടെ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജയ്ക്കുള്ളിലാണ് നമ്മുടെ ബ്ലഡ് സെൽസ് ആയിട്ടുള്ള RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഇത് മൂന്നും നിർമ്മിക്കുന്നത് ഈ സ്കിൻ അല്ലെങ്കിൽ ഈ ബോണിന്റെ ഉള്ളിലുള്ള ഈ സോഫ്റ്റ് ടിഷ്യൂ ആയിട്ടുള്ള അസ്ഥിമജ്ജ അല്ലെങ്കിൽ ബോൺ മാരോയിലാണ് RBC ആണെങ്കിലും WBC ആണെങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലും നിർമ്മിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ മൂന്നെണ്ണവും നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ ഈ ബോൺ മാരോ നല്ല രീതിയിൽ പ്രവർത്തിക്കണ്ടേ അല്ലെ? അസ്ഥിമജ്ജയിലെ പ്രവർത്തനങ്ങൾ നന്നായി നടന്നാൽ മാത്രമേ അതിനനുസരിച്ച് അവിടെ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് നല്ല രീതിയിൽ അവിടെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ ഈ പറയുന്ന ബോൺ മാരോയില് എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുറയുന്നത് മൂലം നമ്മൾ അതാണ് പ്രവർത്തനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്ലഡ് കമ്പോണൻസ് ഉണ്ടാവുന്നതിൽ കുറവ് വരാനായിട്ട് കാരണമാകും അല്ലെ? അപ്പൊ ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോൺ മാരോസിന് ഇങ്ങനെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്നൊരു അവസ്ഥ വന്നാൽ ആ വ്യക്തിയുടെ ബോഡിയിലേക്ക് ആവശ്യമായുള്ള അളവിലുള്ള RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് മുതലായവയുടെ പ്രവർത്തനം നടക്കോ? മിസ് പറഞ്ഞതനുസരിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, പ്രവർത്തനം നടക്കോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയും ഇവിടെ എന്താണ് ആ പേഷ്യൻസിന് ചിലപ്പോ ഭയങ്കര ഗുരുതരപരമായിട്ടുള്ള ചിലപ്പോ ലൈഫ് ചെയ്യുന്നത് ജീവൻ മരണ അവസ്ഥകൾ വരെയും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് വന്നു,
ആ ആക്സിഡന്റ് വന്നപ്പോൾ ഒത്തിരി ബ്ലഡ് നമുക്ക് ബ്ലീഡിങ് വഴി ആ വ്യക്തിക്ക് നഷ്ടമായി. അപ്പൊ അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് അല്ലെ അവിടെ. ചിലപ്പോൾ കുറച്ച് നേരം അധികം നമ്മൾ ആ ഒരു ബ്ലഡ് പോവുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് അവർ മരണപ്പെടാനായിട്ടുള്ള വരെ കാരണമാവാം അതല്ലേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് ഒരുപാട് ബ്ലീഡിങ് കാര്യങ്ങൾ വന്നു, ആ വ്യക്തി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു കണ്ടീഷനിൽ നിന്ന് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാമെന്നാ പറയുന്നത്? എന്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റും? എന്തിനെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലഡ് കൊടുത്തു തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് ഏത് വഴിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏത് പ്രോസസ്സിലൂടെ കൊടുക്കാം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ കൊടുക്കാം അല്ലെ. വെരി ഗുഡ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ബോൺ മാരോ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാവുന്ന വിഷാദം മൂലം അങ്ങനെയുള്ള അവസ്ഥകൾ മൂലവും ചിലപ്പോ ആളുകളിൽ ഈ മതിയായിട്ടുള്ള ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതെ വരാം. അല്ലെങ്കിലോ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ മൂലമോ ഒത്തിരി ചിലപ്പോ ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ അവരുടെ ബോഡിയിൽ നിന്ന് നഷ്ടമായി വരാം. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് നമുക്ക് എന്തിനെ പരിഗണിക്കാവുന്നതാണ്? ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത്. ക്ലിയർ ആയോ? ആ ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് മനസ്സിലായോ? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? എന്താണ് ആരും റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ബ്ലഡ് ബാങ്ക് സർവീസുകളെ കുറിച്ചാണ്. ബ്ലഡ് ബാങ്ക് സർവീസുകൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്? The blood bank services act as the universal point as they collect, test and store all types of blood. ബ്ലഡ് ബാങ്ക് സർവീസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പോയിന്റ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ന ബ്ലഡ് അല്ലെങ്കിൽ ഇന്ന ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് മാത്രമാണോ ഒരു ബ്ലഡ് ബാങ്കിൽ വെക്കുക? ആണോ? ഒരു എ ബ്ലഡ് ഗ്രൂപ്പിലെ മാത്രമേ ഞങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പിലെ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂന്നുണ്ടോ? ഇല്ല. എല്ലാ തരത്തിലുമുള്ള ബ്ലഡ് കമ്പോണൻസിനെ കളക്ട് ചെയ്യുന്നുണ്ട്, അത് ടെസ്റ്റ് ചെയ്ത് പരിശോധനകൾ നടത്തി അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സംഭരിക്കുന്നുണ്ട് അല്ലെ. ആൻഡ് they watchfully screen test the blood for any signs of infection. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, HIV-യുടെ കാര്യം പറഞ്ഞു, സിഫിലിസിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ, അതിന് എന്തെങ്കിലും ഒരു അടയാളം ആ ഒരു ബ്ലഡിലുണ്ടോ എന്ന് വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അതർ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെ മാത്രമല്ല നമ്മൾ അവിടെ സ്ക്രീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. they also check the blood type. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ അല്ലെ. എ ആണോ, വെദർ ടൈപ്പ് എ, ബി, എ ബി ഓർ ഒ അല്ലെ. വന്നിരിക്കുന്ന ബ്ലഡ് ഏത് ബ്ലഡ് ടൈപ്പിലുള്ളതാണ്? എ ഗ്രൂപ്പിലുള്ളതാണോ, എ ബി ഗ്രൂപ്പിലുള്ളതാണോ, ബി ഗ്രൂപ്പിലുള്ളതാണോ, ഒ ഗ്രൂപ്പിലുള്ളതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് അല്ലെ. ആൻഡ് വെദർ ഇറ്റ്സ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്, വന്നിരിക്കുന്ന ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും നമ്മൾ പരിശോധിക്കുന്നില്ലേ ഒരു ബ്ലഡ് ബാങ്കില്? ഉണ്ട് അല്ലെ. Then compatibility testing is done to find out if a particular unit of blood can be transferred safely into a certain region. അതോടൊപ്പം തന്നെ അനുയോജ്യത പരിശോധനകളും നടത്തുന്നുണ്ട് അല്ലെ. അതായത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് സേഫ് ആയിട്ട് ആ വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അനുയോജ്യത പരിശോധനകളും നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ സർവീസുകളിൽ ഉൾപ്പെടുന്നതാണ്. ബ്ലഡ് ബാങ്ക് സർവീസുകളിൽ എന്തൊക്കെയാ പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ
ബ്ലഡ് ഗ്രൂപ്പിനെ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ബ്ലഡിന്റെ എല്ലാ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളും കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നു, ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നു, അതിനുശേഷം സ്റ്റോർ ചെയ്യുന്നതുമുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഈ വരുന്ന ഓരോ ബ്ലഡിനും അതിൻ്റെതായ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അല്ലെ. അതിലൊന്നാണ് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഈ വന്നിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏത് ബ്ലഡ് ടൈപ്പിലുള്ളതാണ്, എ ഗ്രൂപ്പ് ആണോ, ബി ഗ്രൂപ്പ് ആണോ, എ ബി ഗ്രൂപ്പ് ആണോ, ഒ ഗ്രൂപ്പ് ആണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് RH പോസിറ്റീവ് ആണോ, RH നെഗറ്റീവ് ആണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് വളരെ സേഫ് ആയിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, അനുയോജ്യത പരിശോധനകളും ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സുകളും ഒരു ബ്ലഡ് ബാങ്കിന്റെ സർവീസിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആണോ? ബ്ലഡ് ബാങ്ക് സർവീസസ് എന്താന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നിങ്ങള് നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതില് കുറച്ച് പോയിന്റ്സ് കൂടി മിസ് പറഞ്ഞു തരാം. അപ്പൊ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങളുടെ നോട്ട്സിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രിന്റഡ് നോട്ടിൽ എവിടെയെങ്കിലും നിങ്ങളുടെ സ്ഥലമുള്ള പെട്ടെന്ന്, അതായത് നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഓർമ്മപ്പെട്ട് അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് എങ്ങനെയാണോ നമ്മൾ നോട്ടിൽ എഴുതണമെങ്കിൽ നോട്ടിൽ എഴുതാം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി നിങ്ങൾ ഇതിന്റെ കൂടെ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയും ആവാം കേട്ടോ. അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ കൂടി നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഫ്രീക്വൻലി ചോദിച്ചു കണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ ഒരു 10 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ കാര്യങ്ങളോ നിങ്ങളൊന്ന് എടുത്തിരിക്കണം കേട്ടോ. നമ്മൾ ഈ നോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് മിസ് അത് പറഞ്ഞു തരാം കേട്ടോ. അത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമായിരിക്കും അങ്ങനെ ഉണ്ടാവുക. കാരണം നമ്മൾ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയാനുണ്ട്. ബ്ലഡ് കമ്പോണൻസിനെ കുറിച്ചാണെങ്കിലും ഒന്നും എക്സ്ട്രാ നമ്മൾ ഇവിടെ ഒന്നും പറയുന്നില്ല. എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഓരോ പോയിന്റ്സ്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഞാൻ ഇത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്നത് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. നോട്ട് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, നോട്ട് നോക്കിയേ. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് O നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. ആരെങ്കിലും ഉണ്ടോ O നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവര്? ഉണ്ടോ O നെഗറ്റീവ്? ആരുമില്ല കൂട്ടത്തില്? അത് പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉള്ളൂ അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള ആരുമില്ല. ഓക്കെ, അപ്പൊ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണെങ്കിൽ യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. ആരാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ? ആരായിരിക്കും? ആരാണ്? സാർവത്രിക ദാതാവ് അല്ലെ. ഇവർക്ക് എന്താണ്? ഹു ക്യാൻ ട്രാൻസ്ഫർ യുവർ ബ്ലഡ് ടു ഓൾമോസ്റ്റ് എവരിവൺ. ഒട്ടുമിക്ക ആളുകൾക്കും ബ്ലഡ് കൈമാറ്റം ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവാണ് O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ O നെഗറ്റീവ് ആണ് കേട്ടോ, പോസിറ്റീവ് അല്ല. O നെഗറ്റീവിനാണ് ഒട്ടുമിക്ക ആളുകൾക്കും ബ്ലഡ് കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് കേട്ടോ. യൂണിവേഴ്സൽ ഡോണറും ഉണ്ട്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് ഒന്ന് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് AB പോസിറ്റീവ്, ഉണ്ടോ? ആരെങ്കിലും ഉണ്ട് AB പോസിറ്റീവ് ആയിട്ടുള്ളവര്? AB പോസിറ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ AB പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഈ ബ്ലഡ് ടൈപ്പ് ആണ് നിങ്ങളുടെയെങ്കിൽ യു ആക്ട് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. എന്താണ് നിങ്ങളെ വിളിക്കുക? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പ് എന്നാണ് വിളിക്കുക. കാരണം എന്തായിരിക്കാം? നേരെ ഓപ്പോസിറ്റ്. ഇവർക്ക് എന്താണ് പ്രത്യേകതയുള്ളത്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുമ്പോ എല്ലാവരിൽ നിന്നും എന്തറിയാം? എന്താണ് നിങ്ങളുടെ പ്രത്യേകത പറഞ്ഞേ? അതെ, എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും അല്ലെ. അത് തന്നെയാണ്, എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ
സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. അത് നോട്ട് ചെയ്ത് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓ നെഗറ്റീവ് ആണെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. AB പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തെന്നറിയപ്പെടുന്നു? യൂണിവേഴ്സൽ recipient എന്നറിയപ്പെടുന്നു. However, any mismatch between the blood type can prove fatal causing death. So blood test must be done carefully. അതായത് ഇപ്പൊ ഇവിടെ ബ്ലഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം അവിടെ എന്തെങ്കിലും മിസ്മാച്ചോ കാര്യങ്ങളോ കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തുന്നതാണ്. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ആ ടെസ്റ്റുകൾ ഓരോന്നും ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്തെങ്കിലും മിസ്മാച്ചോ കാര്യങ്ങളോ സംഭവിച്ചാൽ അത് എന്തിനു വരെ കാരണമാകാം എന്ന് പറയുന്നത് ഫീറ്റൽ അല്ലെങ്കിൽ മരണ കാരണം വരെ ആകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് എന്തൊരു ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്ത് മാത്രമേ ഇങ്ങനെയുള്ള ബ്ലഡ് കാര്യങ്ങൾ ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇത്രയും ഓക്കെ ആണല്ലോ? നോട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം ഓക്കെ ആണല്ലോ? ഇനി നോട്ടില്ല എടുത്തോ? നോട്ട്സ് അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതില ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ പ്രസന്റ്. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ മെനി ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ പ്രസന്റ്. പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ് എത്ര ടൈപ്പ് ആണ് അല്ലെങ്കിൽ എത്ര ഗ്രൂപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണത് ഒന്ന് പറയാമോ? കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ്. How many blood groups are present? 3 ആണോ 4 ആണോ? 3 ആണോ 4 ആണോ? 4 ആണ് കേട്ടോ. 4 ആണ്. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട് കേട്ടോ. കോമൺ ആയിട്ട് നമ്മുടെ എത്ര ബ്ലഡ് ഗ്രൂപ്പ്സ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ ആൻസർ കൊടുക്കേണ്ടത് 4 ആണ് കേട്ടോ. ABO കേട്ടോ. 4 ആണ്. ABO. ക്ലിയർ ആണല്ലോ? ഇത് പറയണോ? ഓക്കെ അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് which blood group is considered as a universal donor? Which blood group is നെഗറ്റീവും പോസിറ്റീവും കൂടി ആയിട്ടാണോ പറഞ്ഞത്? ഓക്കെ, അത് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാം കേട്ടോ. മിസ് പറഞ്ഞു തരാതെ. ഓക്കെ, നോക്കിയേ. which blood group is considered as a universal donor? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോ ABO മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നേ? ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോ ഗ്രൂപ്പ് പറയുമ്പോ നമ്മൾ പറഞ്ഞില്ലേ 4 ഗ്രൂപ്പേ ഉള്ളൂ. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. 4 ഗ്രൂപ്പേ ഉള്ളൂ. ഇനി ടൈപ്പ് എന്ന് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ അതായത് ബ്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോ അവിടെ 8 എണ്ണം ഉണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത വരിക? പോസിറ്റീവും നെഗറ്റീവും വരും. മനസ്സിലായോ? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോ 4 എണ്ണേ ഉള്ളൂ. ബ്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോ അവിടെ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണമുണ്ട്. കാരണം എന്താ? ആ എയുടെ തന്നെ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് അല്ലെ? ബിയുടെയും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. എബിയുടെയും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. ഓയുടെയും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അപ്പൊ 8 എണ്ണമായില്ലേ? അപ്പൊ ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോ 4 എണ്ണം, ടൈപ്പ് എന്ന് ചോദിക്കുമ്പോ 8 എണ്ണമാണ്. ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ കേട്ടോ. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ ഡോണർ? ഏത് ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? ഏത് ബ്ലഡ് ഗ്രൂപ്പിനെയാണ്? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ ഡോണർ? O ആണ് കേട്ടോ. O ഗ്രൂപ്പ് ആണ്. നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ ഇവിടെ നോക്കണ്ട കേട്ടോ. ഗ്രൂപ്പ് അല്ലേ ചോദിച്ചിരിക്കുന്നേ. അപ്പൊ അവിടെ ഏത് ഗ്രൂപ്പാ വരിക? O ഗ്രൂപ്പ് ആണെന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. O ഗ്രൂപ്പ് ആണ് എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണോ? 2 ക്വസ്റ്റ്യൻസോ ഓക്കെ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലീസ്റ്റ് കോമൺ ബ്ലഡ് ടൈപ്പ്? Which is the least common blood type? Third question is that which is the least common blood type?
അല്ലെങ്കിൽ റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് എന്ന് നമുക്ക് ചോദിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് തന്നെയാണ്. ലീസ്റ്റ് കോമൺ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി പറയണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് considered as a universal donor? Which blood group is considered as a universal donor? Okay, third group question എന്താ ചോദിച്ചേ? Which is the least common അല്ലെങ്കിൽ rarest എന്ന് ചോദിക്കാം. least common blood type ഏതാണ്? ഏറ്റവും കുറവ് അല്ലെങ്കിൽ നമുക്ക് അധികം ലഭ്യമാകാത്തത് ഏതാണ്? എ നെഗറ്റീവ് ആണോ, എ ബി നെഗറ്റീവ് ആണോ? ഏതാണ് നമുക്ക് കൂടുതലും കിട്ടാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അത് തന്നെ എ ബി നെഗറ്റീവ് ആണ് കേട്ടാ. എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി നെഗറ്റീവ്. ഒന്ന് ആൻസറും കൂടി എഴുതി വെക്കണം കേട്ടോ. എ ബി നെഗറ്റീവ് നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടാ. എ ബി നെഗറ്റീവ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ കിട്ടാറുണ്ടോ? ഇല്ല. ഫോർത്ത് വൺ പറയട്ടെ. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ബ്ലഡ് ടൈപ്പ്? വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ബ്ലഡ് ടൈപ്പ്? വെരി ഗുഡ്. ഓ പോസിറ്റീവ് അല്ലെ? ഓ പോസിറ്റീവ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ മിസ് പറഞ്ഞു പോസിറ്റീവോ നെഗറ്റീവോ പറയണം. ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോൾ മിസ് എന്താ പറഞ്ഞേ? ഗ്രൂപ്പ് മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ ഇപ്പൊ ക്ലിയർ അല്ലേ? ഏതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബ്ലഡ് ടൈപ്പ്? ഏതാണ്? ഓ പോസിറ്റീവ് ആണ് കേട്ടോ. ഓ പോസിറ്റീവ് ആണ്. ഓക്കെ ആണോ? ഫോർത്ത് വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഫിഫ്ത് വൺ ആണ് ആന്റിജൻ ആന്റിബോഡി. നമ്മൾ പറഞ്ഞില്ലേ, അത് രണ്ടും ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ആന്റിജൻ പ്രസന്റ് ഇൻ എ ഗ്രൂപ്പ്, എ ഗ്രൂപ്പിലുള്ള ആന്റിജൻ present in A group is dash. ഏതായിരിക്കാം? ആന്റിജൻ present in A group is dash. ഏതായിരിക്കാം? രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകമാണ് ആന്റിജൻ. എന്നിട്ട് ഞാൻ ആൻസർ പറഞ്ഞേ, രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകമാണ് ആന്റിജൻ. ആന്റിജൻ എ ഉണ്ടെങ്കിൽ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? എ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ? ആന്റിജൻ ബി ഉണ്ടെങ്കിൽ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? ബി ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ? അപ്പൊ ഇവിടെ എ അതായത് ആന്റിജൻ പ്രസന്റ് ഇൻ എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാ പറയാ? എ ഗ്രൂപ്പിലെ ആന്റിജൻ ഏത് തന്നെയാണ്? എ തന്നെയാണ് അല്ലെ? എ ഗ്രൂപ്പിലെ ആന്റിജൻ ഏത് തന്നെയാണ്? എ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഫിഫ്ത് വൺ അല്ലേ പറഞ്ഞത്? ആന്റിജൻ പ്രസന്റ് ഇൻ എ ഗ്രൂപ്പ് ഈസ് ഡാഷ്. ആന്റിജൻ പ്രസന്റ് ഇൻ എ ഗ്രൂപ്പ് ഈസ് ഡാഷ്. ഇതാണ് എ ആന്റിജൻ ആണ് അല്ലെ? ആന്റിജൻ എ ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, ആന്റിജൻ പ്രസന്റ് ഇൻ ബി ഗ്രൂപ്പ് ഈസ് ഡാഷ്. ആന്റിജൻ പ്രസന്റ് ഇൻ ബി ഗ്രൂപ്പ് ഈസ് ഡാഷ്. ഏതാണ്? ആന്റിജൻ ബി ആണ്. ക്ലിയർ ആയോ? രണ്ട് ക്വസ്റ്റ്യൻസും കിട്ടിയോ? Antigen present in A group is dash and antigen present in B group is dash. അതില് A group ആണെങ്കിൽ A antigen ആണ്. Antigen A ആണ് present ആയിരിക്കുക. B group ആണെങ്കിൽ antigen B ആയിരിക്കും present ആയിരിക്കുക. ഓക്കെ ആണോ? 6th question വരെയും ക്ലിയർ അല്ലേ? ഓക്കെ. Then 7th one ആണ് the study of blood. എന്താണ് ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര്? അറിയോ ആർക്കെങ്കിലും? സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. വെരി ഗുഡ്. ഹെമറ്റോളജി എന്നാണ് കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി വെക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ കൂടിയ മറ്റു ചാപ്റ്റേഴ്സിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെമറ്റോളജി കേട്ടോ. ദ സ്റ്റഡി ഓഫ് ബ്ലഡിനെ അറിയപ്പെട്ടിരിക്കുന്നത് ഹെമറ്റോളജി. ഹെമറ്റോളജി. Hematology. Okay. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. Okay. So 8th question.
വിച്ച് ബ്ലഡ് ടൈപ്പ് ഇത് നമ്മുടെ നോട്ടിലുള്ളതാണ് കേട്ടാ. ഒരുമിച്ച് അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരുമിച്ച് തന്നെ വായിച്ചാൽ മതിയല്ലോ, രണ്ടിലും റെഫർ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എഴുതിയത് കേട്ടോ. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? വിച്ച് ബ്ലഡ് ടൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് നമ്മൾ പറഞ്ഞേ? വെരി ഗുഡ്, ഓ നെഗറ്റീവ് അല്ലെ? ഓ നെഗറ്റീവ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഓ നെഗറ്റീവ് ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഏതാണ്? Which blood type is considered as a universal recipient? AB ഏതാണ്? AB പോസിറ്റീവ് അല്ലെ? AB പോസിറ്റീവ് കേട്ടോ, AB പോസിറ്റീവ്. ഇനി ഹെപ്പറ്റൈറ്റിസിന്റെ പറഞ്ഞില്ലേ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാവുന്നത് ഡാഷ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ. ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും അത് ലിവറിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് കേട്ടോ. 9th വേണോ? എന്ത് വേണം? എന്താ പറഞ്ഞേ? വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? Which blood type is known as a universal recipient? അതിനു മുൻപ് എന്താ പറഞ്ഞത്? Which blood type is known as a universal donor? Universal donor ഉം universal recipient ഉം ആണ് കേട്ടോ. Next question, dash is the inflammation of the liver? Dash is the inflammation of the liver? Dash is the inflammation of the liver? Hepatitis. Hepatitis. Okay ആണോ? കിട്ടിയോ എല്ലാവർക്കും? Okay. Next question. Which blood group is considered as a universal recipient? Which blood group? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്? ഏത് ബ്ലഡ് ഗ്രൂപ്പാ? AB ഗ്രൂപ്പ്. വെരി ഗുഡ്, AB ഗ്രൂപ്പ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ അത് മാത്രം എഴുതുക. ടൈപ്പ് ആണെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൂടി മെൻഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓപ്ഷൻസിൽ ഉണ്ടാവും, ഓപ്ഷനിൽ ഉണ്ടാവും, അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഏതാണ് കിട്ടാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ? ഏത് ക്വസ്റ്റ്യൻ? ഹെപ്പറ്റൈറ്റിസിന്റെ ക്വസ്റ്റ്യൻ ആണോ? ഹെപ്പറ്റൈറ്റിസിന്റെ ക്വസ്റ്റ്യൻ ആണോ ഗ്രീഷ്മ ചോദിക്കുന്നേ? 11th ക്വസ്റ്റ്യനോ? ഹെപ്പറ്റൈറ്റിസിന് ഡാഷ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ. ഡാഷ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ. ലാസ്റ്റ് പറഞ്ഞതോ? ലാസ്റ്റ് പറഞ്ഞത് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് is considered as a universal recipient? Which blood group? O positive in the question only parayno. O positive in the O positive in the question endayirunnu? Which is the most common blood group in the blood type in the choice? O positive in the answer adana. Answer aayittu varunna adana. Which is the most common blood type? Most common ആയിട്ട് വരുന്ന blood type O positive. Okay. Hepatitis ന്റെ question clear ആണോ? Next പറഞ്ഞത് ഏതാ? Which blood type is known as universal recipient എന്ന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ അതാണ്. AB ഗ്രൂപ്പ് ആണ്. Which blood group is considered as, അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. Which blood group is considered as a യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഗ്രൂപ്പ് പറയുമ്പോ AB മാത്രം പറഞ്ഞാൽ മതി. AB ഗ്രൂപ്പ്. ഏത് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോ ഏതാ? AB പോസിറ്റീവ്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, പറയട്ടെ. സിഫിലിസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡാഷ് ഡിസീസ്. സിഫിലിസ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്ന രോഗം.
Syphilis is an infectious dash disease. Infectious dash disease. Syphilis is an infectious dash disease. എന്തിൽ നിന്നുള്ള ഡിസീസ് ആണ് മിസ് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ രണ്ടെണ്ണം വൈറസ് മൂലമുണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലെ? വെരി ഗുഡ്. നെക്സ്റ്റ് എന്താ പറഞ്ഞ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇൻഫെക്ഷൻ വരുന്നത് ബാക്ടീരിയയിൽ നിന്നാണ്. സിഫിലിസ് ഇസ് ആൻ ഇൻഫെക്ഷ്യസ് ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ. അങ്ങനെയും ചോദിക്കാം കേട്ടോ. മറ്റു രണ്ടെണ്ണവും വൈറസ് ആയതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ ആയിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കാം. എന്നാൽ അതിലൊരു എക്സെപ്ഷൻ കേസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ കൂടി പറയണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? Syphilis is an infectious dash disease. Syphilis is an infectious dash disease. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഓക്കെ ആണോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളും ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് ഷെയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ. ഫുള്ളും എഴുതിയിട്ടുള്ള ആളുകള് കേട്ടോ. അപ്പൊ അവർക്കും കൂടി ഒന്ന് പഠിക്കാലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ക്ലിയർ ആണോ? ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ ആയതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞിരിക്കുന്നു മാത്രം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഭാഗമാണ് when is blood transfusion needed? എപ്പോഴാണ് നമുക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരുന്നത്? പല സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ? നമുക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരുന്നത് പെട്ടെന്നായിരിക്കും, നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? പല സിറ്റുവേഷൻസിലൂടെയും നമുക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ രക്തം കൈമാറ്റം ചെയ്യുന്ന ഒരു കാര്യം ആവശ്യമായി വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഇൻഡിവിജ്വൽസ് മേ റിക്വയർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് സം ഓഫ് ദം. പല വെറൈറ്റി സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കാം അല്ലെ? എനിക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല മറ്റുള്ള ആളുകൾക്ക് അത് ആവശ്യമായി വരുന്നത് അല്ലെ? വ്യത്യാസമായിരിക്കും. അപ്പൊ കുറച്ച് കോമൺ ആയിട്ടുള്ള നമ്മുടെ സിറ്റുവേഷൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ടു സബ്സ്റ്റിറ്റ്യൂട്ട്, ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുക്കും, അതിൽ ഉൾപ്പെടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. ഇത് ആ ഒരു പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വായിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലൊന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് സർജറി. ഒരു വലിയ രീതിയിലുള്ള സീരിയസ് അല്ലെങ്കിൽ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു ഓപ്പൺ സർജറിയോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടമാവൂലേ നമ്മുടെ ബോഡിയിൽ നിന്ന്? ഇല്ലേ? നഷ്ടമാവാറുണ്ട്. ഇപ്പൊ ചിലർക്ക് ബ്ലീഡിംഗ് ആയിട്ട് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം അല്ലെ? ഒത്തിരി ബ്ലഡ് ആ ഒരു ആക്സിഡന്റിന്റെ സംഭവ സ്ഥലത്ത് തന്നെ അവർക്ക് നഷ്ടമാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന അവർക്ക് നഷ്ടമായിട്ടുള്ള അവരുടെ ബോഡിയിൽ നിന്ന് എത്രത്തോളം ബ്ലഡ് നഷ്ടമായിട്ടുണ്ടോ അത്രയും ബ്ലഡ് നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതിന് പകരം നൽകണമെങ്കിൽ അത് ഏത് വഴിയിലൂടെയാണ് നമുക്ക് നൽകാൻ പറ്റുക? ഏത് പ്രോസസ്സിലൂടെയാണ് നമുക്ക് നൽകാൻ പറ്റുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയാണ് അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയാണ് നമുക്ക് ആ നഷ്ടപ്പെട്ട ബ്ലഡ് അവരുടെ ബോഡിയിലേക്ക് പകരം നൽകാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത്തത് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ നമ്മുടെ ദഹനനാളത്തിലുണ്ടാവുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം. ഇങ്ങനെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിനുള്ളിൽ വരുന്ന ഇന്റേണൽ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വരുമ്പോഴും ഈ പറയുന്ന പോലെ ഒത്തിരി ബ്ലഡ് ചിലപ്പോ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലുക്കീമിയ. എന്താണ് ലുക്കീമിയ? ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ അല്ലെ? ബ്ലഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അറിയാം. ബ്ലഡ് ക്യാൻസറിന്റെ ഭാഗമായിട്ട് അതെന്താണ് ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? എന്ത് ട്രീറ്റ്മെന്റാ ചെയ്യാറ്? ബ്ലഡ് മാറ്റുകയല്ലേ ചെയ്യുന്നത് അല്ലെ? അവരുടെ ബോഡിയിലെ ബ്ലഡ് മാറ്റി അവര് പുതിയതായിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? അവരുടെ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യാം. ഇത് ട്രാൻസ്ഫ്യൂഷൻ തന്നെ അല്ലെ? ഡയാലിസിസ് അല്ല, ലുക്കീമിയ പേഷ്യൻസ് ബ്ലഡ് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ലുക്കീമിയ പേഷ്യൻസിനാണെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്
ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരുന്നുണ്ട് ഇല്ലേ? ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, ആരോഗ്യമുള്ള റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഏതവസ്ഥയാണത്? നമ്മളൊക്കെ മിക്കവർക്കും ഫേസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അല്ലെ? നമുക്ക് ക്ഷീണോ അല്ലെങ്കിൽ ഒരു തലകറക്കോ ഒക്കെ വരും. നമ്മൾ ഡോക്ടർ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് വിളർച്ചയാണ് അല്ലെങ്കിൽ അനീമിയ ആണെന്ന് പറയാറുണ്ട് അല്ലെ? അവിടെ എന്താണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ബോഡിയിൽ ഇല്ല. അപ്പൊ നമുക്ക് ആവശ്യമായ ഓക്സിജനോ കാര്യങ്ങളോ നമ്മുടെ സിറ്റുവേഷൻസിലേക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്ഷീണവും വിളർച്ചയൊക്കെ തോന്നുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അപ്പൊ അനീമിക് ആയിട്ടൊരു കണ്ടീഷൻ വരുമ്പോഴോ നമുക്ക് അന്നേരം നമ്മുടെ ക്ഷീണങ്ങൾ, നമ്മുടെ ആ തളർച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു വഴിയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി റെഡ് ബ്ലഡ് സെൽസ്, ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് തരിക എന്ന് പറയുന്നത് അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ലല്ലോ. നെക്സ്റ്റ് പറയുന്നത് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. നമ്മൾക്കറിയാം ഈ ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റേഡിയേഷൻ ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ കീമോതെറാപ്പീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? മറ്റു ട്രീറ്റ്മെന്റുകളൊക്കെ ആണെങ്കിലും ആ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന സമയത്ത് അവർക്ക് കുറെ സൈഡ് എഫക്ട്സുകൾ വരും. അതുമായി ബന്ധപ്പെട്ട് വരാറില്ലേ? ഇത് പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കുറെ സൈഡ് എഫക്ട്സ് വരാറുണ്ട് അല്ലെ? ചിലരുടെ മുടി പോവും അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ? ചിലരുടെ ബോഡിയിൽ വെളുത്ത പാടുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, അതായത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന് ഇതുപോലെ തന്നെ ഈ മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റേഡിയേഷൻസ് ഏൽക്കുമ്പോഴായിക്കോട്ടെ അവരുടെ ബോഡിയിൽ അവരുടെ ബ്ലഡിലെ RBCയുടെ കൗണ്ട് ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചികിത്സ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ വരാൻ സാധ്യതയുണ്ട്. RBCയുടെ കൗണ്ട് ബ്ലഡിൽ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ WBCയുടെ കൗണ്ടും നമ്മുടെ ബോഡിയിൽ, അവരുടെ ബോഡിയിൽ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ WBCയുടെ ഒക്കെ കൗണ്ട് കുറഞ്ഞു പോയാൽ എന്താ പറ്റുന്നത്? WBCയുടെ ഫംഗ്ഷൻ എന്തായാലും വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനോട് ഫൈറ്റ് ചെയ്യുന്ന പറയുന്നേ? എന്തിനോട് ഫൈറ്റ് ചെയ്യുന്നു? നമ്മൾ പിടിച്ച് മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തിനോട് ഫൈറ്റ് ചെയ്യും? ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യും അല്ലെ? ഒരു ഇൻഫെക്ഷൻസ് വരുന്ന പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് അവിടെ ആര് വേണം? WBC വേണം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് വേണം അല്ലെ? അതേസമയം അതിന്റെ കൗണ്ട് നമ്മുടെ ബ്ലഡിൽ കുറവായാൽ ഈ പറയുന്ന പേഷ്യൻസിന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സുകളിൽ നിന്നും ഈ പേഷ്യൻസിനെ റിക്കവർ ആക്കി കൊണ്ടുവരണമെങ്കിൽ അവിടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരാറുണ്ട്. ലിവർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന ലിവർ പ്രോബ്ലംസ്? ഏതൊക്കെയാണ്? ഫാറ്റി ലിവർ ഡിസീസ് കേട്ടിട്ടാണ് അല്ലെ? കേട്ടിട്ടുണ്ടോ? ലിവർ സിറോസിസ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ലിവർ ഡിസീസുകൾ, ലിവർ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടും അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടും ഇപ്പൊ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഒക്കെ ഒത്തിരി കൂടി കഴിഞ്ഞാല് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുണ്ട്. കേട്ടിട്ടുണ്ടോ? ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ലിവർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് എന്ത് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നതോ അവിടെയും ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരാറുണ്ട്. ലാസ്റ്റ് വരുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ്, രക്തവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള രോഗാവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? അനീമിയ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? ബ്ലഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗാവസ്ഥയല്ലേ? പിന്നെ ഏതാണ് പറയാ? ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അല്ലെ? പിന്നെ എന്തൊക്കെ പറയാ? HIV ബ്ലഡിലൂടെ പകരുന്ന രോഗമാണ് അല്ലെ? ബ്ലഡിനെ ബാധിക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അനീമിയ, അതായത് ബ്ലഡ് കുറവുള്ള അവസ്ഥ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ഏതാ പറയാൻ പറ്റും? ഹീമോഫീലിയ പറയാം അല്ലെ? ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥ. ചില ആളുകൾക്ക് മുറിവുണ്ടായാൽ ബ്ലഡ് കട്ട പിടിക്കില്ല, രക്തം കട്ട പിടിക്കാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെ? ഹീമോഫീലിയ. വേറെ ഏതാണ്? ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ബ്ലഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സിനൊക്കെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരാറുണ്ട്. ഈ പറയുന്ന എല്ലാ സിറ്റുവേഷൻസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരുന്ന സിറ്റുവേഷൻസ് ആണ്. ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് പലതരത്തിലുള്ള സിറ്റുവേഷൻസിലായിരിക്കും അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരേണ്ടത്. ക്ലിയർ ആണോ?
ഇനി ഇത് പറയണോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെയാണോ? ഏതൊക്കെ സിറ്റുവേഷനാണ് ആവശ്യമായി വരുന്നത്? ജസ്റ്റ് എന്താണെന്ന് ചോദിക്കില്ല കേട്ടോ. ഇത് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒന്നാമത്, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ആ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള ഹെഡ് അല്ലെങ്കിൽ ഒരു തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അദ്ദേഹമാണ് അവരുടെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ആ ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കേണ്ടതും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു തലവനായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ചോദിക്കാട്ടോ, ബ്ലഡ് ബാങ്ക് എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. രണ്ടാമത് പറയുന്നത്, he or she is at the helm of the daily operations at the blood bank and checking expenses, conducting inspections and working with hand party അല്ല ട്ടോ, തേർഡ് പാർട്ടി ആണ്. തേർഡ് ആണ് ട്ടോ, തേർഡ് പാർട്ടി സർവീസസ്. ഒന്ന് തിരുത്തിയേക്കട്ടോ, തേർഡ് പാർട്ടി സർവീസസ് ആണ് ട്ടോ. അപ്പൊ ഇവിടെ ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് is at the helm of daily operations of the blood bank. അതായത് ബ്ലഡ് ബാങ്കിലെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നു അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്നു. Then checking expenses, അവിടെ വരുന്ന ചിലവുകൾ പരിശോധിക്കുന്നു. Conducting inspections, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധനകൾ നടത്തുന്നു. And working with third party services. നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്ക് ആവുമ്പോൾ അവിടെ ബ്ലഡിന് ഒത്തിരി ആവശ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ പുറമേയുള്ള സേവന സർവീസുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായിട്ട് ഒരു നല്ല കണക്ഷൻ വേണം അല്ലെ? അവരിലൂടെയല്ലേ നമുക്ക് കൂടുതലും ബ്ലഡ് ഒക്കെ കിട്ടുന്നത് അല്ലെ? ഒത്തിരി ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുകള് സംഘടനകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള തേർഡ് പാർട്ടി സർവീസുകളുമായിട്ട് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ നിലനിർത്തേണ്ടതും ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ ആദ്യത്തെ നമ്മൾ എന്താ പറയുന്നത്, ആ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഹെഡ് അല്ലെങ്കിൽ തലവനായിട്ട് ബ്ലഡ് ബാങ്ക് മാനേജറാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, ആ ബ്ലഡ് ബാങ്കിലെ എല്ലാ ദിവസേനയുള്ള പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കണം അല്ലെങ്കിൽ അത് ചുക്കാൻ പിടിക്കേണ്ടതും അതോടൊപ്പം തന്നെ ദിവസേനയുള്ള ചിലവുകൾ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുക. അതുപോലെ തേർഡ് പാർട്ടികളുമായിട്ട് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ നിലനിർത്തുകയും ചെയ്യുന്നത് ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മൂന്നാമത്തത്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിംഗ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. ഇനി ഈ പറയുന്ന ബ്ലഡ് ബാങ്കിലേക്ക് ജീവനക്കാരുണ്ടാവും അല്ലെ? ഇവിടെ ജീവനക്കാരുണ്ടാവും. ആ ജീവനക്കാരെ ഓരോ ചുമതലകളിലേക്ക് അവരെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുക, അവരെ കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രകാരം അവരെ നല്ല രീതിയിൽ മുന്നോട്ട് വർക്ക് ചെയ്യാനായിട്ട് നടത്തിക്കൊണ്ടുപോവുക. അതുകൂടാതെ he or she supervises and leads newly hired staff on work. They do and implement different rules and regulations of the company. Training is given. ഇനി എന്താ പറയുന്നത്, പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാരുണ്ടാവും അല്ലെ? അവർക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടെ വർക്ക് എന്താണ്, വർക്കാണ് അവർ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക, അവരെ നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാപനം നടപ്പിലാക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും അല്ലെ? ഒരു സ്ഥാപനത്തില് നമ്മൾ ഏതൊരു സ്ഥാപനമാകുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ? ആ നിയമങ്ങളും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ചായിരിക്കണം ആ സ്ഥാപനം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഈ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടതും ആരാണ്? ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒപ്പം തന്നെ ആവശ്യമായ ജീവനക്കാർക്ക് അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളും നൽകുന്നുണ്ട്.
Then next point, he also oversee and assess the gross performance of the staff and ensure that files and records are updated and properly stored. അതിന്റെ അടുത്തത് പറയുന്നേ ഗ്രോസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ കൊടുത്തിരിക്കുന്ന അതാത് ടാസ്കുകൾ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുക, അവരെ നിരീക്ഷിക്കുക, വിലയിരുത്തൽ നടത്തുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒത്തിരി റെക്കോർഡുകൾ ഫയലുകൾ കാണുന്നത് കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഫയൽസും റെക്കോർഡുകളും ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്തുന്നുണ്ടോ, അത് ശരിയായ രീതിയിൽ അത് സൂക്ഷിക്കുന്നുണ്ടോ, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നൊക്കെ ഈ ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ്, അപ്പാർട്ട് ഫ്രം ദി മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, ബ്ലഡ് ബാങ്ക് എന്നാണ് കേട്ടോ അവിടെ. Apart from the management of blood bank staff, blood bank സ്റ്റാഫുകളുടെ മാനേജ്മെന്റ് മാത്രമല്ല, അത് കൂടാതെ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ് സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. അതായത് ഇപ്പൊ പ്രത്യേകതയുള്ള ദിവസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബ്ലഡ് ഹാർട്ട് ഡേ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഡേ, ബ്ലഡ് ഡോണർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങള് സെലിബ്രേറ്റ് ചെയ്യാറില്ലേ ഇപ്പൊ ഹോസ്പിറ്റലുകാരൊക്കെ, കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഓരോ അതായത് അവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങള്. ഇപ്പൊ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത് ജാനുവരിയാണ്. ആ ഒരു മാസം അവരുടെ പ്രവർത്തനങ്ങളായിരിക്കും അവിടെ നടത്തുന്നത്. ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവയർനെസ്സുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് ഒക്കെ ആളുകളിലേക്ക് കൊടുക്കാൻ ആവശ്യമായ പ്രോഗ്രാമുകളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ സംഘടിപ്പിക്കും. അത് ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂൺ 14 ആണ്. ആ ജൂൺ 14 ആവുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. ആ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ ഡിപ്പാർട്ട്മെന്റുകൾ കുറെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ? എന്താണെന്ന് അറിയാത്തോണ്ടിരിക്കുന്നേ? ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ല? പരസ്യത്തിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അല്ലാതെ പരസ്യത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസിലൂടെയൊക്കെ കണ്ടു കാണില്ലേ? ആ ക്ലാസ്സുകളൊക്കെ കിട്ടാറുണ്ട് അല്ലെ, കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കൂടി ഇവിടെ നടപ്പിലാക്കണം. അങ്ങനെയുള്ള സെന്റർ പ്രോഗ്രാമുകളും കൂടി ഇവിടെ എന്ത് ചെയ്യണം, അവിടെ നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ ബ്ലഡ് ബാങ്ക് മാനേജർ ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ രചനോട് ചോദിക്കാൻ പറഞ്ഞുതരാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. എന്താണ് ചോദിച്ചത്? അറ്റ് ദ ഹെൽം ഓഫ് എന്നാണോ? ഹെൽം ഓഫ് എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്ന അർത്ഥമാണ്. അതായത് ബ്ലഡ് ബാങ്കിന്റെ ശരിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. തേർഡ് ഒന്നുകൂടി പറയാം. തേർഡ് പോയിന്റിൽ പറയുന്നത്, ഇപ്പൊ ആ ബ്ലഡ് ബാങ്കില് അതായത് ഈ ബ്ലഡ് ബാങ്ക് മാനേജർ അല്ലേ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ കീഴിൽ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? പേഴ്സണൽസ് പറഞ്ഞ ജീവനക്കാരെന്നാണ് കേട്ടോ അവിടെ അർത്ഥം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരെ ഓരോരോ ചുമതലകൾ, അതായത് ഓരോ ജീവനക്കാർക്കും അവർക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ, ഈ ചുമതലകൾ അവരെ ഏൽപ്പിക്കുക. അതിനുവേണ്ടി അവരെ കൃത്യമായ ആളുകളെ ഓരോ ടാസ്കിന് വേണ്ടി സെലക്ട് ചെയ്യണം അല്ലെ, തെരഞ്ഞെടുക്കണം. അവർക്ക് അതിനുള്ള പരിശീലനങ്ങൾ നൽകണം. അവരെ നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ ചുമതലകൾ ഏൽപ്പിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം.
അല്ലെ, അവിടെ എഫക്റ്റീവ് ആയിട്ട് അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഒത്തിരി ജീവനക്കാർ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വരും അല്ലെ, പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ബ്ലഡ് ബാങ്കിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ചിലപ്പോൾ വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ അവരെയും കൂടി എന്ത് ചെയ്യണം, ഇവർ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടി? ആ ബ്ലഡ് ബാങ്ക് മാനേജറാണ്, അവർക്ക് എന്തൊക്കെ ജോലിയാണ് അവർ ചെയ്യുന്നത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ കൃത്യമായ ഗൈഡൻസിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്യിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുകയും അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ദെൻ അതോടൊപ്പം തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ്. ഈ ഭാഗത്ത് നിന്നാണെങ്കിലും ഫസ്റ്റ് പോയിന്റ് നോക്കണം കേട്ടോ. ബ്ലഡ് ബാങ്ക്, ഇന്ത്യൻ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്ന കാര്യം, അങ്ങനെ ചോദിക്കും കേട്ടോ. ആരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഒരെണ്ണം കൊടുക്കും. ഇപ്പൊ ബ്ലഡ് ബാങ്കിന്റെ എല്ലാ ഡെയിലി ഓപ്പറേഷൻസിനെയും ചുക്കാൻ പിടിക്കുന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. കാരണം അതിൽ എവിടെയെങ്കിലും ബ്ലഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ബ്ലഡ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഏത് ചാപ്റ്ററിലേക്ക് ചിന്തിക്കുക? ബ്ലഡ് ബാങ്കിലേക്ക് ആയിരിക്കും ചിന്തിക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഇത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, നമ്മള് അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട്. ചെറിയൊരു 4-5 പോയിന്റ്സ് കൂടെ ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. റേഡിയോളജി ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, റേഡിയോളജി. അപ്പൊ നോട്ട്സ് ഒന്ന് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് കയ്യിൽ കരുതിയേക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you. Thank you, Miss.